സിറ്റി കളക്ഷൻസിൻ്റെ ബ്യൂട്ടി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കാരണം സിറ്റി കളക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒത്തിരി ഹെയർ കട്ടുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഇൻ്റർനാഷണൽ ഹെയർ ആർട്ടിസ്റ്റുകളെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. കാരണം സാധാരണക്കാരനായിട്ടുള്ള ബ്യൂട്ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഹെയർ കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിമ്പിളായി കണ്ടിരുന്ന ഒരു കാലം, ആ കാലഘട്ടത്തിൽ നിന്നും മാറി ഒരു ഹെയർ കട്ടിന് 5000 രൂപ വരെ മേടിക്കുന്ന രീതിയിലേക്ക് ഇന്ന് ഹെയർ കട്ടർമാർ മാറി. അതുകൊണ്ട് തന്നെ ഇന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു മലയിൽ ഇപ്പോഴത്തെ പുതിയ തലമുറകൾ അവരുടെ ബ്യൂട്ടി ഇൻഡസ്ട്രിയിലേക്കുള്ള കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്കുള്ള അഡ്വൈസ് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയാണ് സിറ്റി കളക്ഷൻ കൊച്ചി എന്നിട്ടുള്ള യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് മേക്കപ്പുകളുണ്ട്, ഹെയർ കട്ടുകളുണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുമായിട്ട് ഞങ്ങൾ വരികയാണ്. നിങ്ങളെപ്പോലെ കഴിവുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യാനും സിറ്റി കളക്ഷൻസ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ പോലെ തന്നെ എല്ലാവരും സെമിനാറുകൾക്ക് നമുക്ക് കാണാം, ഒരുപാട് ഭയങ്കര മുടിയൊക്കെ ഉള്ള ആളുകളെ നമ്മൾ ചെയ്യും. ഈ മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞങ്ങൾ കോമ്പ് ചെയ്തിട്ടതാണ്, തീരെ ഉള്ളു കുറഞ്ഞ്. അതേപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, കളർ ചെയ്തിട്ടുണ്ട്, വോളിയം ചെയ്തിട്ടുണ്ട്, സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് ഈ മുടി മാക്സിമം പിന്നെ കെയറിങ് ഇല്ല. ഇതൊക്കെ വരുന്ന സമയത്ത് ഇത്തരം മുടികൾ നമ്മളെങ്ങനെ കട്ട് ചെയ്യും? പാർലറിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തങ്ങ് വിടുക. പക്ഷേ വരുന്ന ക്ലയൻറ്റിനെ എങ്ങനെ ഇഷ്ടപ്പെടുത്തും? ആ ക്ലയൻറ്റ് തിരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വരണം. അതിനേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിന് മുകളിലൊക്കെ ചെറിയ വർക്കുകൾ ചെയ്ത് നമുക്കിതിന് മാറ്റാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഹരികൃഷ്ണൻ ഇന്നത്തെ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കിതുപോലുള്ള വർക്കുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹരികൃഷ്ണൻ ഹെയർ അക്കാഡമി ഉണ്ട്. ഹരികൃഷ്ണൻ്റെ തന്നെ ബ്യൂട്ടി സിലബസ് വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണം. ബ്യൂട്ടി മേഖലയിൽ ഒരു മാറ്റത്തിന് നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കും. നിങ്ങൾക്കും ഇതുപോലത്തെ പുതിയ വർക്കുകളൊക്കെ നല്ല വർക്കുകൾ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് നല്ല മുടിയുടെ മുകളിൽ ടെക്നിക്ക് കാണിക്കേണ്ട ആളുകളല്ല, തീരെ ഇല്ലാത്ത മുടിയെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് മാറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. സിറ്റി കളക്ഷൻസ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോസ്മെറ്റിക്സിൻ്റെ, ഏറ്റവും വലിയ എക്യുപ്മെൻസിൻ്റെ, ഫർണിഷിങ്ങിൻ്റെ നിങ്ങളെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് തരുന്നതിനേക്ക് നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ വളർത്തിയത്. ആ നന്ദി എന്നും ഉണ്ടാവും. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും സിറ്റി കളക്ഷൻസ്, ഞാൻ അനിലേട്ടനാണ്. എൻ്റെ നമ്പർ 9605351230. ഈ നമ്പറിലേക്ക് വിളിക്കുക. കാരണം നിങ്ങൾ എന്തൊക്കെ വർക്കുകൾ, നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ബ്യൂട്ടി ഇൻഡസ്ട്രിയിലെ ഡൗട്ടുകൾ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് വളരെ ഈ ഡാമേജ് ഹെയറിനെ എങ്ങനെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, കസ്റ്റമറിനെ ഇഷ്ടപ്പെടുത്തുന്നു, എനിക്ക് ഞാൻ ഹരീഷൻ സാറെ ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു അനിലേട്ടാ. എന്തായാലും പുതിയ മേഖലകളിൽ ഇനി അവസാനം ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ കേൾക്കേണ്ടി ഒരു സംശയമുണ്ട്. ഗോപാല എവിടെ പോകുന്നു? ടോൾ ഫ്രീ 1800 എന്ന് പറഞ്ഞാൽ സിറ്റി കളക്ഷൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് മുഴുവനായിട്ട് ഇതേപോലത്തെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടി ഒരു സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഹെയർ കട്ടിങ് അങ്ങനെ തുടങ്ങാൻ നോക്കാം. ഇപ്പോൾ ഇങ്ങനെ വരുന്ന മുടിയിൽ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിനൊരു ബേസ് ഷേപ്പ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഹരീഷൻ സാറ് ഈ ഒരു കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ശ്രീലങ്കയിൽ ഞാൻ ഹരീഷൻ സാറിനെ വിട്ടായിരുന്നു ക്ലാസ്സിന് വേണ്ടിയിട്ട്. അന്ന് അവിടുത്തെ മലയാളികളൊക്കെ കൂടി പറഞ്ഞ് സാറ് ജനാർദ്ദനൻ്റെ സൗണ്ടിൽ ക്ലാസ് എടുക്കണമെന്ന്. അങ്ങനെ ജനാർദ്ദനൻ്റെ സൗണ്ടിൽ ക്ലാസ് എടുത്തിട്ടുള്ള സാറാണ്. നമുക്ക് ഗോപാലൻ്റെ കഥയല്ല, ആ ജനാർദ്ദനൻ്റെ സൗണ്ടിൽ അടിപൊളിയായിട്ട് ഈ ക്ലാസ് സാർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു എന്താ ഇപ്പോൾ പറയണേ, ഇപ്പോൾ ഒരു ക്ലാസ് മുഴുവനൊക്കെ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഇനി ജനാർദ്ദനായിട്ടും ചിലപ്പോൾ കണ്ടിട്ട് വിചാരിക്കുക അവനെയൊക്കെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത വന്നാലോ. എന്നാലും ഒരു 2-3 ഡയലോഗെല്ലാം ഞാൻ അതിനകത്ത് ഉൾപ്പെടിക്കാം. നമുക്ക് ഇതുപോലൊരു മുടി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം നമ്മൾ മുടി ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തതിന് ശേഷം അതിന് എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം ഉണ്ടോ നോക്കുക. ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ ആദ്യം അതിനൊക്കെ ഷേപ്പ് ആക്കണം. ഷേപ്പ് ആക്കിയാൽ മാത്രമേ ശരിയാകത്തുള്ളൂ. ശരി,
ഇപ്പം നമ്മളിത് വെട്ടിക്കഴിഞ്ഞു. ബാക്ക് സൈഡിൽ നമ്മളിപ്പോൾ 2-3 ടെക്സ്ചറിൽ കിടക്കുന്ന മുടി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾക്ക് വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ വേവി ആയിട്ടിരിക്കുന്ന മുടിയായതുകൊണ്ട് ഇതിനകത്ത് സ്ട്രൈറ്റനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ശരിക്കില്ല. നമുക്കിതിന് പലതരത്തിലുള്ള നല്ല കളറിങ് മെത്തേഡിലൂടെ നമ്മളിതിന് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. ആശാശരത്തൊക്കെ ചെയ്തേക്കുന്ന പോലുള്ള അതുപോലത്തെ നല്ല ഒരു രീതിയിലേക്ക് മുടി ഇതിനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്ത് എല്ലാ മനുഷ്യർക്കും ആഗ്രഹമാണ് മുടി ചുരുണ്ടിരിക്കുമ്പോൾ നൂറുന്ന മുടി ചുരുട്ടണമെന്നും എല്ലാം നമ്മുടെ ഉള്ള ആഗ്രഹം കൊണ്ടാണ് പല പാർലറിനകത്ത് കഞ്ഞിവെപ്പ് കടന്നു പോകുന്നത്. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും നമ്മൾ വരുന്ന ക്ലയൻസിനെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമുക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആ മുടി കൊണ്ട് നല്ല ഭംഗിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ ചെയ്യുക. അല്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ അല്ലാത്ത രീതിയിൽ കളറിങ്ങോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസ നമുക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ട് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ അങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് കെട്ടിക്കഴിഞ്ഞാലും ആ വോളിയം വരും. എന്നാലും നമ്മൾ ഈ 2 ടെക്സ്ചർ കിടക്കും, എൻ്റെ ഹാഫ് ചുരുണ്ടതും എൻഡ് സ്ട്രൈറ്റുമാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഈ എൻഡ് വശം കൂടി വീണ്ടും ചുരുട്ടിയെടുക്കും. റോളേഴ്സ് ഉപയോഗിച്ചിട്ട് വെല്ലോസ് ലോഷനോ അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് ഇതുപോലെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം അതിനെ ഇങ്ങനെ ചെറിയ ക്ലിപ്പ് മേടിക്കാൻ കിട്ടും. അതുപോലത്തെ ക്ലിപ്പ് ഇട്ടിട്ട് ടൈറ്റാക്കി വയ്ക്കുക. ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ ജസ്റ്റ് അഴിച്ചു വിടുക. അഴിച്ചു വിട്ട് കഴിയുമ്പോഴത്തേനും ക്രീം അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളത് എന്ത് ചെയ്യുക, വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതേ ക്ലിപ്പ് അങ്ങനെ നിർത്തിക്കുക. ന്യൂട്രലൈസർ ഇട്ടതിന് ശേഷം മാത്രമേ ക്ലിപ്പ് ഊരുള്ളൂ. ന്യൂട്രലൈസ് ഉപയോഗിച്ച് ക്ലിപ്പ് ഊരി കഴിയുമ്പോൾ ഇതിങ്ങനെ വേവിയായിട്ട് തന്നെ കിടന്നു. അതിനെ ജസ്റ്റ് ഡ്രയർ വെച്ച് ഉണക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു 72 hours കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അന്നേരം ഒരു സ്ട്രാൻ എടുത്തിട്ട് നിങ്ങളിങ്ങനെ നോക്കുക. ഒരു സ്ട്രാൻ എടുക്കുക, ഇങ്ങനെ കയ്യിൽ വിരലിൽ ഇങ്ങനെ വെറുതെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം വെല്ലോസിൻ ലോഷൻ തേച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈറ്റനിങ് ക്രീം ആയാലും മതി. അത് തേച്ചതിന് ശേഷം ചെറിയൊരു ക്ലിപ്പ് വെച്ച് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. നമ്മൾ സാധാരണ ചെറിയ ക്ലിപ്പ് ഇട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന ചെറിയൊരു ക്ലിപ്പുണ്ട്, അതുപോലത്തെ ക്ലിപ്പ് വെച്ച് ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം അതിനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അതിനെ ആ ക്രീമെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞിട്ട്, ഇപ്പോൾ വെല്ലോസിൻ ലോഷൻ എളുപ്പമാണ്, ഒരു 30-35 മിനിറ്റ്സ് മതിയാവും. ഓൾറെഡി സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടി അതുണ്ട്. അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ന്യൂട്രലൈസർ അതിനകത്തിട്ടിട്ട് അതൊരു 15 മിനിറ്റ് 20 മിനിറ്റോ അതും വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അതും വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലിപ്പ് ഇളക്കാവും. ആ ക്ലിപ്പ് ഇളക്കുമ്പോൾ ഇതിങ്ങനെ മുടി ഇങ്ങനെ വേവി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ എൻ്റെ വശം മാത്രം ആ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്ന അത്രയും ഭാഗത്തെ വീണ്ടും നമുക്ക് ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എളുപ്പത്തിൽ. കുറച്ച് പണിയുണ്ട്, എന്നാലും നിങ്ങൾക്ക് ആ വൃത്തിയോട് മാറിയിട്ട്. കാരണം ഇതിപ്പോൾ മുകൾവശം ഈ പറഞ്ഞിട്ട് ചുരുണ്ട് വരികയും അടിവശം വാല് പോലെ ഇങ്ങനെ കുതിരവാല് പോലെ സ്ട്രൈറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് 2 ടെക്സ്ചറായി. അപ്പം അത് മാനേജ് ചെയ്യാൻ വേണ്ടി വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ കേളിങ് എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾ അയൺ റോഡ്സ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ ചുറ്റുക. ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ട് ആ അയൺ റോഡ്സിനെ പതിയെ ഇളക്കി വിടുക. ഇങ്ങനെ മെഷീൻ എടുത്തതിന് ശേഷം ഇത് അഴിക്കുന്ന സമയത്ത് ഈ രീതിയിൽ പതിയെ അത് കാണിച്ചു തരാം. അതേപോലെ തന്നെ ടാങ്കിൾസ് കറക്റ്റായിട്ട് കൊണ്ടുവരാനും പറ്റും. എൻഡ് മാത്രം സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എൻഡ് മാത്രം ഒന്ന് ബെൻഡ് ചെയ്ത് അകത്തോട്ട് വളച്ചു വിടുകയാണ്. ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗമുണ്ട്, അതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി. കുട്ടി ആ മുടിയിൽ എണ്ണയുള്ളതുകൊണ്ടേ ഇത്തിരി കൂട്ടി കഴിഞ്ഞാൽ ഒട്ടിപ്പോവും, പിന്നെ രക്ഷയിലായി പോകും. നമ്മൾ നേരത്തെ പോലെ വാഷ് ചെയ്യേണ്ടി വരും. പിന്നെ
ഇതൊക്കെ നിങ്ങൾ ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമറോട് ചോദിക്കുകയും വേണ്ട ആവശ്യമില്ല, നിങ്ങളങ്ങ് ചെയ്ത് വിടുക. കാരണം അവരെ എത്രത്തോളം ഭംഗിയാക്കി വിടേണ്ട ചുമതല നമുക്കുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അയൺ ചെയ്യട്ടെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അയണൊക്കെ ചെയ്ത് പിന്നെ മുടി മുഴുവൻ കത്തിപ്പോകുന്നൊക്കെ ആരെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചുള്ളതുകൊണ്ട് അവർ നമ്മുടെ പാർലറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവരെ സുന്ദരിയാക്കി വിടാനുള്ള ശ്രമം നമ്മൾ നടത്തുക. ഇതൊക്കെ നേരത്തെ ചൂടാക്കിയെല്ലാം വെച്ചാണ്, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് അടിവശം മാത്രം, മൊത്തം മുടി അയൺ ചെയ്യാനില്ല. ഇപ്പം ഈ 2 സൈഡൂടെ നിങ്ങൾ നോക്കിയറിയാം, ഈ സൈഡ് കിടക്കുന്ന വ്യത്യാസം കണ്ടോ. അപ്പോൾ അതേപോലെ ഒരു ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് അയൺ ചെയ്ത് അത് അങ്ങ് സെറ്റാക്കി കറക്റ്റാക്കി നല്ല ഭംഗിയാക്കി വിടുക. വേറെ വലിയ ഇതൊന്നും ചെയ്തില്ല, ജസ്റ്റ് എൻ്റെ വശം മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് അതിനുശേഷം പിന്നെ ഒന്ന് അയൺ ചെയ്ത് അത് കറക്റ്റാക്കി. അതിനുശേഷം ഈ കേളർ ഇങ്ങനെ ഒരുപാട് ചുരുണ്ട് പോകുന്ന ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ഈ കേളിങ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിച്ചിട്ട് എൻ്റെ ഉണ്ട് ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുകയാണ്, അത്രയും ഭാഗത്തെ മുടി മാത്രം ജസ്റ്റ് എടുത്ത് ചുറ്റി ഇങ്ങനെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടേക്കുക. കണ്ടോ, അപ്പോൾ ഒരു കേൾസ് അങ്ങ് അതിനെ പിന്നെ നമ്മളിങ്ങനെ അഴിച്ചു വിട്ട് കഴിയുമ്പോഴത്തേനും ആ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കുറേശ്ശെ മുടി എടുക്കുക. ആ മുടി ഭാഗത്ത് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കരുത്, വളരെ കുറച്ച് സമയം വെക്കാവൂ. അതിനുശേഷം പതിയെ ഇങ്ങനെ ഊരിയെടുക്കുക. അപ്പോൾ ഒരു ചെറിയ കേൾസ് വരും. അതിനെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് റിലാക്സ് ആക്കി വിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ അടിവശം നമുക്ക് നല്ലൊരു കേളി എഫക്റ്റിൽ അങ്ങനെ കിടന്നുള്ളൂ. അത്രയും ചെയ്ത് ആ മുടി നല്ല ഭംഗിയാക്കി എടുക്കാൻ സാധിക്കും നമുക്ക്. ഇങ്ങോട്ട് തരുന്നേമ്മ, ഇങ്ങോട്ടാണ് ചെയ്യുന്നത്, ഇപ്പുറത്തോട്ടാണ് ചെയ്യുന്നത്, അങ്ങോട്ട് തന്നെ. എന്നൊക്കെ എൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എനിവേ സിറ്റി കളക്ഷനോട് എല്ലാവിധ നന്ദിയും രേഖപ്പെടുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഓരോ ആൾക്കാർക്കും ഇന്നത്തെ ഈ പലതരത്തിലുള്ള ഹെയർ കട്ട് കാണിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്നോട് ചോദിച്ച ഓരോ ചോദ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബുക്സസിനുള്ളത്. പലപ്പോഴായിട്ട് ചോദിച്ച ഒരു ഹെയർ കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഷാമ്പു എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കളറിങ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് കളറാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഒരു കളർ ചെയ്ത മുടി എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഏതൊക്കെ കളറാണ് ഏതെല്ലാം മുടിക്ക് കൊടുക്കേണ്ടത്, ഏതെല്ലാം വോളിയം ഉപയോഗിക്കണം, അതിന് വേണ്ടിയിട്ട് ബ്ലീച്ച് ചെയ്യുന്നതുകൊണ്ട് മുടിക്ക് കേടുണ്ടോ, ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അങ്ങനെ നിരവധി നിങ്ങൾ കഴിഞ്ഞ 10-28 വർഷമായിട്ട് എന്നോട് ചോദിച്ച പല ചോദ്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ആൾക്കാരും ഇത് 2 കൈയോടുകൂടി സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ബുക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ പഠിപ്പിച്ച ഏത് തരത്തിലുള്ള ഹെയർ കട്ടിനകത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. 9446967165 വാട്സാപ്പ് നമ്പരുമാണ്. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. വാട്സാപ്പിനകത്ത് നിങ്ങളുടെ സംശയം എന്താണെന്ന് നിങ്ങളുടെ വോയിസിൽ ഇട്ടിരുന്നാൽ മതി. അതേപോലത്തെ വോയിസ് തിരിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.